ചേർന്ന് വന്നിട്ടുള്ള നല്ലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും. സ്റ്റോറി കണ്ടപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിലൊക്കെ പോകണമെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ഫീലിംഗ് ഉണ്ടോ? ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമല്ലേ. അപ്പോൾ നമുക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു കുറേ സ്ഥലങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു കാരണം കുറേ സ്ഥലങ്ങളിൽ ആ ഒരു ട്രാവൽ വൈബും ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റും ആ ഒരു എല്ലാ വൈബും ഒത്തുചേർന്നിട്ടാണ് നമ്മൾ ചെയ്തത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് രണ്ട് ഷെഡ്യൂളായിരുന്നു അല്ലേ. അപ്പം ഇവരുടെ പോർഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുണ്ട് ലൈക്ക് അത് കോയമ്പത്തൂർ ഷെഡ്യൂളാണ്. പക്ഷേ ഇവർ അതിന് മുമ്പുള്ള അട്ടപ്പാടിയിലുള്ള സീൻസൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് കാണുന്ന പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം ഒട്ടും ലാഗ് അടിച്ചില്ല. ആൻഡ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ക്യാമ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. ഞങ്ങൾക്ക് വേണ്ടി മഴ വരെ മാറി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ നേരിട്ട് വന്ന് സിനിമ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച്. നന്നായി മൂവിയാകുമ്പോൾ നമുക്ക് അഭിപ്രായം പറയുന്നതിന് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണാൻ ജനുവനായിട്ട് എന്താ തോന്നുന്നു അത് താങ്ക് യു. നമ്മൾ കുറേ കഷ്ടപ്പെട്ടു അല്ലേ. അത് ഇത് കണ്ടപ്പോൾ How is the movie? It's nice. You should watch it. It's a must-watch film. It's thriller and the first half is very lively, jovial. The second half is more of thriller element. So it's engaging till the end. You can actually watch it with your friends and family also. It's a nice movie. Have you watched it? Yeah. It's houseful actually. The first show is houseful. Maybe you can watch the next show. That was a surprise element. You have to watch it, especially for its acting. And my friend Nia has acted in this film, and she's done a really good job. So all the girls in the film, there are a couple of female leads in the film. Everybody has done an excellent job, and it's must watch film. It's सब लोग देखिए. It's a nice film. Everybody should watch it. Okay, thank you, man. എക്സ്പീരിയൻസ് ഇത്രയും വലിയൊരു സ്ക്രീനിൽ നമ്മൾ ഓൾ ഓവറായിട്ട് കാണുക എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും നാളത്തെ എഫേർട്ടിൻ്റെ ആ ഒരു ഫലം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് കരുതി തീർക്കണോ സന്തോഷമാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഇത്രയും ഹാപ്പിയാണ്. ഇതിൻ്റെ വൈഫ് റെഡി റെഡി ഓക്കെ. ആ ലാസ്റ്റ് സീൻ്റെ അമ്മ അറിയാം അതിലെന്തോരം സൂപ്പർവൈസർ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് റിവ്യൂ അറിയാം. സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിൻലി നമ്മളിപ്പോൾ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് ആണല്ലോ. ഇതിനൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു ലോജിക് പ്രശ്നമോ ഇല്ല. കണ്ടന്റ് കൃത്യമായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലോജിക്കലി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ അതൊക്കെ നമ്മൾ വളരെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മോർ ഓവർ
അട്ടപ്പാടിയിലായിരുന്നു ഷൂട്ട്. അപ്പം ഷജീദ് പപ്പയാണ് ക്യാമറ ചെയ്തത്. ക്യാമറ വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. മ്യൂസിക് ചെയ്ത് സിബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് തോന്നുന്നു, എനിക്കറിയില്ല. പുള്ളി എൻ്റെ മുമ്പത്തെ പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ മറ്റേ പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയുന്നതിനിടയിൽ ജെല്ല് ചെയ്ത് പോകുന്നൊരു മ്യൂസിക്കൊക്കെ. അപ്പം നമുക്കൊരു വളരെ സമാധാനത്തോടെ ഇത് കാണാൻ പറ്റുന്ന സിനിമയാണ് ഫസ്റ്റ് ഹാഫ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ ഇനി ഞാൻ പറഞ്ഞ സ്പോയിലറായി പാടിയിരിക്കുന്നത് അവിടെ നിന്ന് കിട്ടും. ഡയറക്ടർ വന്നിട്ട് ടെൻഷൻ ഉണ്ടാവും. എന്തിനാണ് ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നത്? തിയേറ്ററിൽ വന്ന് കാണേണ്ടത് വിഷ്വലി അത് കാണേണ്ട സാധനങ്ങൾ എന്തായാലും അതുപോലെ തന്നെ സൗണ്ടിങ്, വിഷ്വലും സൗണ്ടും നമുക്ക് ഇത് രണ്ടും നമ്മുടെ സിനിമയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും നേരം ആരും ശ്രദ്ധിക്കാണ്ട് നമുക്ക് കാണാൻ കൂടിയുണ്ട്. ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചത് ഒരുമിച്ച് കിട്ടിയില്ല. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇതിലല്ലേ? ഹലോ ഹലോ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല. മനസ്സിലായി. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം സന്തോഷം ഒരു ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയതിനും. പിന്നെ എല്ലാവരുടെ ഇതിൽ വന്ന് എഫേർട്ട് എടുത്ത എല്ലാവരും വന്നതിലും പിന്നെ അവരും സിനിമ കണ്ട് സന്തോഷത്തോടെയാണ് എല്ലാവരും ഇറങ്ങണേ. അപ്പോൾ അതിലെല്ലാം സന്തോഷമുണ്ട്.